ആതിര ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുകാരെ തുറങ്കിലടക്കുക, നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് തട്ടിപ്പിനിരയായവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും റാലിയും സംഘടിപ്പിച്ചു. പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹാവശ്യത്തിനായി സ്വർണം വാങ്ങാൻ നൽകിയ അഡ്വാൻസ് തുകയും മാറാരോഗങ്ങൾ പിടിപെട്ടവരുടെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ള തുകയും തിരികെ നൽകണമെന്നതാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം. ആതിര ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പുകാരെ തുറങ്കിലടക്കുക, നിക്ഷേപകർക്ക് നിക്ഷേപം തിരികെ നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തട്ടിപ്പിനിരയായവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമവും റാലിയും സംഘടിപ്പിച്ചത്. പഴയ സ്വർണം 9 മാസത്തേക്ക് തങ്ങളുടെ ജ്വല്ലറിയിൽ നിക്ഷേപിച്ചാൽ കാലാവധി കഴിയുമ്പോൾ പണിക്കൂലിയില്ലാതെ പുതിയ സ്വർണം എടുക്കാമെന്ന വാഗ്ദാനവും, പണം നിക്ഷേപിച്ചാൽ ഉയർന്ന പലിശ നിരക്ക് വാഗ്ദാനം ചെയ്തും മറ്റനവധി നിക്ഷേപ വാഗ്ദാനങ്ങൾ നൽകിയുമാണ് ആതിര ജ്വല്ലറി തട്ടിപ്പ് നടത്തിയതെന്ന് പ്രതിഷേധക്കാർ പറയുന്നു. ജ്വല്ലറി പ്രവർത്തിക്കാതായതോടെ തുടരന്വേഷണത്തിലാണ് നിക്ഷേപകർ തട്ടിപ്പ് വിവരം പുറത്തറിയുന്നതെന്നും ഏപ്രിൽ മാസം വിവാഹം നടത്താനിരിക്കുന്ന ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളുടെ സ്വർണം വാങ്ങുന്നതിനായി നൽകിയ അഡ്വാൻസ് തുകയും മാറാരോഗങ്ങൾ പിടിപെട്ടിട്ടുള്ളവരുടെ ചികിത്സയ്ക്കായി മാറ്റിവെച്ചിട്ടുള്ള തുകയും തട്ടിപ്പിൽ പെട്ടിട്ടുണ്ടെന്ന് അവർ പറഞ്ഞു. തട്ടിപ്പ് നടത്തിയവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്ന് സമരസമിതി ആവശ്യപ്പെട്ടു. പണം തിരികെ ലഭിക്കും വരെ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് സമരസമിതി കോർഡിനേറ്റർമാർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.